ഷെഷ്വാൻ ചിക്കനും റൈസും ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഷെഷ്വാൻ സോസ് നമുക്ക് വേണമല്ലോ. അതെങ്ങനെ വീട്ടിലുണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ മതി ഇത് ഉണ്ടാക്കാനായിട്ട്. ബൗളിലേക്ക് ഞാനൊരു 10-20 കശ്മീരി ചില്ലി എടുക്കുന്നുണ്ട്. പൊടിക്കാത്ത മുഴുവനേ ഉള്ളത് ഇത്, അതായത് നമ്മുടെ പിരിയം മുളക്. ഇതിനധികം എരിവില്ലല്ലോ. ഞാനൊരു 10 സാധാരണ എരിവുള്ള ഉണക്കമുളകും കൂടി എടുക്കുന്നുണ്ട്. രണ്ടും നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒരു ബൗളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഷെഷ്വാൻ ചിക്കൻ ആണെങ്കിലും റൈസ് ആണെങ്കിലും നല്ല എരിവും സ്പൈസി ആയിട്ടുള്ളൊരു വിഭവമാണല്ലോ. അപ്പോൾ നമുക്ക് എരിവ് എത്രത്തോളം വേണമെന്നുള്ളത് അതനുസരിച്ച് എടുത്താൽ മതി. ഇവിടെ അധികം എരിവ് വേണ്ടാത്തത് കൊണ്ടാണ് കശ്മീരി ചില്ലി എടുത്തത്. അതല്ല നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ പകുതി എടുത്താൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് എരിവുള്ള സാധാരണ വറ്റൽമുളക് എടുക്കാം. എന്നിട്ട് അതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് സോക്ക് ചെയ്തെടുക്കണം. ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് കുതിർക്കാനിടണം. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് എടുത്തിട്ടിട്ട് ഇതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ നന്നായിട്ട് കുതിർന്നിരിപ്പുണ്ട് നമ്മുടെ മുളക്. ഞാൻ അതേ വെള്ളം തന്നെ, നമ്മൾ കുതിർക്കാനിട്ട വെള്ളം 3-4 സ്പൂൺ ഒഴിച്ചിട്ട് അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പരുവാക്കി എടുക്കുന്നുണ്ട്. ആദ്യം ഒന്ന് അടിച്ചിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് പിന്നെയും ഒന്ന് അടിച്ചാൽ മതി. ഒരുപാട് അങ്ങ് വെള്ളം വേണ്ട. ചെറിയൊരു പേസ്റ്റ് പരുവത്തിൽ ഈ ഒരു പരുവത്തിലാക്കി എടുക്കണം, അതായത് അടിച്ചെടുക്കണം. ഇനി നമ്മളൊരു ചീനച്ചട്ടിയോ പാത്രമോ വല്ലോ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. സൺഫ്ലവർ ഓയിൽ ഇല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട, അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ഓയിൽ, നമ്മൾ കുക്കിംഗ് ഓയിൽ ഏതെങ്കിലും ഒരെണ്ണം മതി. അതൊന്നൊഴിച്ച് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഒരു 1/4 കപ്പ് വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഷെഷ്വാൻ എന്ന് പറയുന്നത് ചൈനീസ് വിഭവമാണല്ലോ, അതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് അതേ അളവിൽ, അതായത് 1/4 കപ്പ് തന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തു. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ആ ഒരു എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അച്ചാർ ഉണ്ടാക്കാനായിട്ട് എടുക്കുമ്പോഴത്തേനും ചെറിയൊരു ബ്രൗൺ കളർ വന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കത്തില്ലേ, ആ ഒരു രീതിയിൽ വേണം എടുക്കാനായിട്ട്. ആ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. മൊരിഞ്ഞെന്നല്ല, ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരണം. അതുവരെ ഇങ്ങനെയൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഇനി ഇതിലേക്ക് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ മുളക് പേസ്റ്റ്, ഇത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ചില്ലി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. സാധാരണ എല്ലാവരും പുറത്തുനിന്നാണ് ഈ ഒരു സോസ് വാങ്ങിച്ച് വെക്കുന്നത്. അതിൽ ചിലപ്പോൾ പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർത്തിട്ടുണ്ടാവും. ഇത് നമുക്ക് വീട്ടിലാകുമ്പോൾ നമുക്കൊരു ഉറപ്പുണ്ടല്ലോ, നമ്മളായിട്ട് ഉണ്ടാക്കി വെക്കുന്നതാകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാമല്ലോ. സോസ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഷെഷ്വാൻ റൈസോ അല്ലെങ്കിൽ ചിക്കനോ ഒക്കെ ഉണ്ടാക്കാനായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് നമ്മൾ ചേർക്കുന്നത്, വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. അപ്പോൾ ഈ ഒരു പേസ്റ്റ് ഈ എണ്ണയിലൊക്കെ ഇട്ട് അതിൻ്റെ പച്ചച്ചൊവ മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ ആ ഒരു ജാറിൽ, അതായത് മിക്സിയുടെ ജാറിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പറ്റിയിരിക്കുന്നതും കൂടി എടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അരികിലിരിക്കുന്ന എല്ലാം എടുത്തിട്ട് ഇതും കൂടി നമ്മൾ ആ ഒരു പാനിലേക്ക്, അതായത് ആ ചീനച്ചട്ടിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഈ ഒരു സോസ് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആവശ്യാനുസരണം നമുക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. ആ വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ ഇട്ട് നന്നായിട്ട് കരിഞ്ഞു പോവാതെ ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കണം. ഇതിലേക്ക് 2-3 ഐറ്റം കൂടി ചേർക്കാനുണ്ട്. നമുക്ക് സെലറി ഉണ്ടെങ്കിൽ സെലറി ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഓപ്ഷണലാണ്. 1 ടീസ്പൂൺ പഞ്ചസാര ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ശേഷം ഒരു 3-4 ടേബിൾ സ്പൂൺ നമ്മുടെ വിനീഗർ, സാധാരണ വിനീഗർ ഉപയോഗിക്കാം. അതും കൂടി ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കഴിഞ്ഞു. വിനാഗിരി ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതൊന്ന് ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വിനാഗിരി ചേർക്കുന്നത്. ചെറിയൊരു പുളിപ്പും കിട്ടാൻ വേണ്ടിയിട്ടാണ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ആകുമ്പോൾ പെർഫെക്റ്റ് ഒരു ടേസ്റ്റ് വരും. എന്നിട്ട് ഇത് നല്ല ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. നമ്മുടെ അച്ചാറിൻ്റെ ഒക്കെ ഒരു പരുവത്തിൽ ഇതേപോലെ ഒന്ന് കുറുക്കിയെടുത്ത് കഴിഞ്ഞ് തണുത്തതിന് ശേഷം ഏതെങ്കിലും ഒരു ജാറിലിട്ട് ഫ്രിഡ്ജിലോ അല്ലാതെ സൂക്ഷിക്കാവുന്നതാണ്. ആവശ്യാനുസരണം ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.